ആസിഫ് അലിയുടെ മാളിലേക്കാണ് പോണത്. PVR-ലേക്ക് വടവളരി നമ്മുടെ ഒരു 10-20 സംതിങ് പോവാറുള്ള മാളിലേക്ക് 2-3 വട്ടം പോയിട്ടുണ്ട്. കുറച്ച് ദൂരട്ടോ, ഇത്രയും ദൂരം പോയിട്ടാണോ സിനിമ കാണുന്നത്? അതാണ് കയ്യിലേറ്റിട്ടോ. കണ്ടിട്ട് റിവ്യൂ പറയാം. കുറച്ചല്ല, കുറച്ചധികം സ്ഥലം മാറി ഇറങ്ങി. അല്ല, ഇവിടെ തന്നെ നിർത്തുകൊണ്ടിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളു. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ പാലത്തിന്റെ നമ്മൾ അടിയിൽ കൂടെ പോണം. ഒരു വണ്ടിക്കാരൻ നമ്മൾ അടിക്കണം. അല്ല, വടവളനി ഇതാണ്ട ഒരു ഫ്ലാറ്റ് ഉണ്ട്. പുതിയ ഫ്ലാറ്റ് ഉണ്ട്. നമ്പർ വീഡിയോ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. വീഡിയോയിലുണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുക്കാം. ഇവിടെ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ചെന്നൈയിൽ പല സ്ഥലങ്ങളിലും പാലത്തിന്റെ മെട്രോ അങ്ങനത്തെ സെറ്റപ്പ് വന്നുകൊണ്ടിരിക്കുന്നു, വികസിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, വീണ്ടും വീണ്ടും അത് വീണ്ടും വീണ്ടും നടക്കാനൊന്നുമില്ല. ഇവിടെ തന്നെയാണ് ഇത് കൂടെ നമ്മൾ കേരളം. അല്ല, നമ്മള് വരുമ്പോ ചുറ്റി വരും. ടോപ്പിൽ ഇത് നമ്മുടെ ഇതില്ലേ തിയേറ്റർ മേലെ കേട്ടോ, ടോപ്പില്. പിന്നെ ഇത് ഈ വിആറിന്റെ മാളികാട്ട് അത്യാവശ്യം വലിയ മഴ പോകുന്നുണ്ട്. രണ്ട് കപ്പിൾസ് പ്രേമിക്കണു. അതിലെവിടെ പ്രേമിക്കട്ടെ, നമുക്ക് പോവാം. ണ്ടോ എങ്കിലായിട്ട് ഇതെന്ത് ഷട്ടറോട് പോകെ തന്നെ കുക്കീസ്. ഇതുണ്ടാവില്ല കേട്ടോ. ഇത് എക്സ്പ്ലോർ ചെയ്യണം. പോളാർ എക്സ്പ്ലോർ തണുപ്പാനായിട്ട് വെച്ചുകൊണ്ട്. ഇല്ലല്ല, ഉള്ളിലൊന്നുമല്ല, ഉള്ളിൽ നോട്ട് അലൗഡ്. അലൗഡ് ചെയ്യും കുറച്ച് കഴിയുമെന്ന് തോന്നുന്നുണ്ട്. ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പാണ്. എന്തൊക്കെയാണ് ഡിസംബർ 12, ഇതൊക്കെ ഡിസംബർ 12 വന്നാണ്. കയറാം. കുട്ടികൾക്ക് കളിക്കാത്തതാണ്. നോക്കിയൊക്കെ ബോളെന്നൊക്കെ ഉണ്ട്. ചാടി കയറിയാണ്. എന്ത് ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട്. അടിപൊളി. ഞാൻ പറഞ്ഞ സാധനം പറയും. എനിക്കറിയാതെ ഇപ്പൊ ആൾക്കാരധികം വന്നിട്ടില്ലല്ലേ. നമ്മള് നേരത്തെ എത്തി, അതുകൊണ്ടാ നേരത്തെ എത്തി. നല്ല തിരക്കുണ്ടാവും ഈ മാളില്. പക്ഷെ ഞങ്ങള് നേരത്തെ എത്തി. 1 മണിക്കല്ലാതെ ഈ സിനിമ. ഞങ്ങള് രേഖാചിത്രം കാണാൻ വന്നതാട്ടോ. അതിലേക്ക് 1:15 മൂവി. അതുവരെ ഇങ്ങനെ നടക്കുക. അത് കൂടെ മാമുണ്ണണം. അത് നമുക്ക് മറ്റേ അതിലേക്കന്നെ പോവാ. ആനന്ദ് ഭവൻ അല്ലേ മുന്നിലത്തെ. അതെ, അപ്പൊ നമുക്കൊന്ന് കറങ്ങിയിട്ടൊന്ന് വരാം അല്ലേ. ഷോപ്പുകൾ കുറച്ചൊക്കെ തുറക്കണേ ഉള്ളു തോന്നുന്നു അല്ലേ. എനിക്ക് അറിയണ്ടേ. ഓടിയോ രണ്ടു ഒരേ പോലെ അല്ലേ. മൂക്ക് വരെ സെയിം. ഇത് കറക്റ്റ് അമ്മ.
ഒടക്കള്ളം കുട്ടിയെ എത്ര ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് മീൽസ് ആണ് വേണ്ടത്. മീൽസ് ഇവിടെ 12 മണിക്കാണ്. അതുകൊണ്ട് ഞാനൊരു മസാല ദോശ പറഞ്ഞു. 11 കാലായിട്ടേ ഉള്ളൂ. അവിടെ ഇരുന്നോ. എനിക്ക് ചോറിനതൊരു മസാല ദോശ. മോനെന്താ മസാല ദോശ? എനിക്ക് ചോറ് വേണം. സിനിമ തുടങ്ങുക. ഇതെല്ലാം സാമ്പാർ, 2 കിടിലൻ സാമ്പാറുണ്ട്. സാമ്പാർ ചട്നി, തേങ്ങ ചട്നി അല്ല ചട്നി. ഇവിടെ വായ വെള്ളം ചമ്മന്തി, ചമ്മന്തി, ചായ മതി. ഒരു മസാല ദോശ കൊണ്ട് ഒരു കോഫി, ഒരു ടീ. അപ്പൊ മീൽസ് വേണ്ട? മീൽസ് തിന്നണ്ടേ? നേരം വൈകുമോ സിനിമ തുടങ്ങാൻ? ഇത് കാപ്പി, ഇത് ചായ. തുണി ലവറല്ലേ? തുണി ലവർ, തുണിയെ പ്രേമിക്കുന്ന ആൾ. കട്ടോണ്ട് ഒരു 199 രൂപയുള്ളൂ. ഇത് ചിലപ്പോ പഴയതാവും. ഇത് മറ്റേ സ്ക്വിഡ് ഗെയിമിന്റെ ഡ്രസ്. നമ്പർ മാത്രമല്ല. നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് നേരെ സിനിമയ്ക്ക് കയറിയുണ്ട്. ഉള്ളി കയറിയുണ്ട്. ഇനി ഇതാണ് എന്താ പറയുക, തിയേറ്റർ. എത്ര 1:15 ഷോ. നമ്മൾ 12:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതാണ് തിയേറ്റർ. നമ്മുടെ സ്ക്രീന് അല്ല ഓടി സ്ക്രീന് ഇവിടെ 3 വരുന്നത് കേട്ടോ. 3 അവിടെയാണ്. കൊട്ടാരത്തിന്റെ മോഡൽ കേട്ടോ. ഒരു തിയേറ്റർ ആണെന്ന് തോന്നില്ല, ഒരു കൊട്ടാരം പോലെ അല്ലേ. ഇപ്പൊ സീറ്റൊക്കെ അടിപൊളിയാണ്. കണ്ടോ? ഇവിടെ സിനിമ തുടങ്ങട്ടെ. എത്ര നേരം ഉണ്ടാവും അറിയോ? എന്താ തരാത്ത ജിപേ അമ്മയ്ക്ക് ചുമയായതുകൊണ്ട് വാങ്ങിച്ചില്ല കേട്ടോ. അമ്മയ്ക്ക് ചുമയായതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ചില്ല. ചുമ പടം കണ്ടു കേട്ടോ. ഇങ്ങനെ അഭിപ്രായം വേറെ ലെവലിൽ പറയുന്നു കേട്ടോ. ട്വിസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും നല്ലൊരു പടം, ത്രില്ലർ പടം. എന്ത് ട്വിസ്റ്റ് ആയാലും എന്ത് ട്വിസ്റ്റ് ആണ്. എന്നാലും ട്വിസ്റ്റ് ഇതൊക്കെ ഉണ്ട്. എന്നാലും നല്ലൊരു പടമാണ് കേട്ടോ. നല്ലൊരു ത്രില്ലർ. എല്ലാരും നമ്മളിനി വീട്ടിൽ പോകുന്ന കേസ് ഇന്നത്തെ പരിപാടി നമ്മളെപ്പോൾ വന്നാൽ രാവിലെ വന്നാണ്, വൈകുന്നേരമായി. നേരെ വീട്ടിൽ പോലെ. ബൈ.